അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. ബഹുമാനമുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഞാൻ ഹജ്ജ് എന്ന വിഷയത്തെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ സംസാരിക്കുന്ന വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാ മുസ്ലിങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്താണ് ഹജ്ജ്. ഹജ്ജിലൂടെ നമുക്ക് കിട്ടേണ്ട സന്ദേശം എന്താണ്, എന്താണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത് എന്ന കാര്യം പ്രത്യേകമായി അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ്. എല്ലാവർക്കും അറിയാം, പ്രവാചകൻ ഇബ്രാഹിം നബി ഇബ്രാഹിം നബിയുടെ ഖലീലുള്ള ഇബ്രാഹിം നബിയുടെ ഒരു സ്മരണയുകൂടിയാണ് ഹജ്ജിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അത് അള്ളാഹു തആല ഇബ്രാഹിം നബിയുടെ പ്രബോധനം എന്തായിരുന്നു എന്നാണ് അതിന് ആസ്പദമാക്കിയിട്ടുള്ളത്. എന്താണ്? ഇബ്രാഹിം നബി തൗഹീദിൽ അനിശ്ചിതമായ കാര്യങ്ങൾ, തൗഹീദ് മാത്രം പ്രഖ്യാപിച്ച ഒരു പ്രവാചകനാണ്. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല ഇല്ലല്ലാ, അല്ലാഹുവിಗೆ എന്ന തൗഹീദ് പ്രഖ്യാപിക്കുക മാത്രമല്ല തൻ്റെ ജീവിതത്തിൽ പകർത്തി അചഞ്ചലമായി പതറാതെ കാണിച്ചു തന്ന ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു എന്താണോ കൽപ്പിക്കുന്നത് ആ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ഒന്നും പ്രവർത്തിക്കാതെ അനുസരണയോടുകൂടി പരിപൂർണമായി അത് നടപ്പാക്കി കാണിച്ചു തന്ന പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ മാതൃക പിൻപറ്റാനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. പ്രവാചകന്റെ ജീവിതം എന്തായിരുന്നു? പ്രവാചകൻ വളർന്നു വലുതായത് സ്വന്തം കുടുംബത്തിൽ വിഗ്രഹങ്ങൾ കൈകൊണ്ട് നിർമ്മിക്കുകയും ആ വിഗ്രഹം മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുകയും അതുകൊണ്ട് ഭക്ഷണം തിന്നുകയും അത് മാത്രമല്ല ആ വിഗ്രഹങ്ങളെ തന്നെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലായിരുന്നു പ്രവാചകന്റെ കാലഘട്ടം. ആ പ്രവാചകനാണ് പിതാവിനോട് ഈ വിഷയം പറയുന്നത്. പിതാവെ, നിങ്ങൾ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങളെ നിങ്ങൾ വിൽക്കുകയും അതിന് പൈസ വാങ്ങുകയും അതിനെ തന്നെ നിങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. നിങ്ങളെയും നിങ്ങളുടെ പൂർവികരെയും ഈ പ്രപഞ്ചത്തിന്റെയും ഈ ചരാചരങ്ങളെയും സൃഷ്ടിച്ചവനായ ഏക ദൈവമായ ശക്തി, ആ ശക്തിയെ, ആ ദൈവത്തെയാണ്, ആ അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന സന്ദേശം പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിതാവിനോട് പറയുകയും സമൂഹത്തോട് പറയുകയും ചെയ്യുന്നു. അങ്ങനെ ആ സമൂഹത്തിന്റെ അടുക്കൽ നിന്ന് പല പ്രയാസങ്ങളും ഇബ്രാഹിം നബിക്ക് സഹിക്കേണ്ടി വന്നു. കാരണം ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും. കാരണം കണ്ണുകൊണ്ട് കാണാത്തൊരു ദൈവത്തിനെയാണ് നമ്മൾ വിശ്വസിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ, ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ ആർക്കും കാണാൻ വേണ്ടി സാധിക്കുകയില്ല. ചുരുക്കി പറഞ്ഞാൽ, അങ്ങനെയിരിക്കെ പ്രവാചകന്റെ ഈ ഹജ്ജിലേക്ക് വരുമ്പോൾ പ്രവാചകൻ കാണിച്ചു തന്ന മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ടാണ് ഹജ്ജ് കർമ്മത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതും. അതിലെന്താണ്? പ്രവാചകൻ സഹിച്ച ത്യാഗം എന്താണ്? ഏകദൈവ വിശ്വാസത്തിന് വേണ്ടി ജീവിതത്തിൽ പല പ്രയാസങ്ങളും സഹിച്ചു. പത്നിയായ ഹാജറ ബീവിയെയും മകനെയും ആ ഹറമിന്റെ അടുത്ത് കൊണ്ടേ വിടാൻ വേണ്ടി അള്ളാഹു തആല കൽപ്പിക്കുന്നു. ഇബ്രാഹിം നബിക്കും അറിയില്ല, ഹാജറ ബീവിക്കും അറിയില്ല എന്തൊക്കെയാണ് അടുത്ത പദ്ധതികൾ, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ദുനിയാവിൽ അറിയില്ല. പക്ഷേ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിന് വരാനിരിക്കുന്നതും നടക്കുന്നതും എല്ലാ കാര്യങ്ങളും അറിയുന്ന അള്ളാഹുവാണ് ഇത് കൽപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് കൊണ്ട്, നമുക്ക് കഴിഞ്ഞുപോയ ചരിത്രം നമ്മുടെ മുന്നിൽ ഉള്ളത് കൊണ്ട് ആ ചരിത്രം നമുക്ക് വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു അവസരം കിട്ടുകയും അതിനുശേഷം സംഭവിച്ച ഓരോ കാര്യങ്ങളും ഇന്ന് നിലനിൽക്കുന്ന ആ ഹറമിലേക്ക് ലക്ഷോപലക്ഷം ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗത്തിൽ നിന്ന് അവിടെ എത്തിപ്പെടുകയും ചെയ്യുന്ന കാഴ്ച ഇന്ന് നമ്മൾ കാണുന്നു. അത് അള്ളാഹുവിന്റെ പദ്ധതിയല്ലാതെ വേറെന്താണ്? എന്താണ് അള്ളാഹു തആല ചെയ്ത പദ്ധതി? അള്ളാഹു തആല തൗഹീദ് പഠിപ്പിക്കുകയാണ് മനുഷ്യർക്ക്. തൗഹീദ് എന്താണ്? അള്ളാഹുവിലുള്ള വിശ്വാസം എന്താണ്?
എങ്ങനെയായിരിക്കണം വിശ്വാസം? അള്ളാഹു പറയുന്ന കൽപ്പനകൾ സ്വന്തം മനുഷ്യർ തന്റെ ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ ഇല്ലേ എന്ന് അള്ളാഹു തആല നോക്കുന്നു. അത് പ്രവാചകൻ ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ നമുക്ക് വരച്ച് കാണിച്ചു തരുന്നു. അതിനെ പിൻപറ്റാൻ വേണ്ടി പറയുന്നു. അത് പിൻപറ്റാൻ വേണ്ടി പോകുന്ന ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. പ്രവാചകന്റെ പ്രാർത്ഥനയാണ് നമ്മൾ ആരംഭ പ്രാർത്ഥനയായി നമസ്കാരത്തിൽ ചൊല്ലുന്നത്. ഇതറിയാത്തവരാരുമില്ല. ആ പ്രാർത്ഥനന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യം പകർത്തണം. ആദ്യം ആ ജീവിതത്തിൽ ആ പ്രാർത്ഥനയുടെ അർത്ഥം പകർത്തുകയും അതനുസരിച്ച് ജീവിതത്തിനെ ചിട്ടപ്പെടുത്തുകയും ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ നഷ്ടക്കാരായിരിക്കും. എന്താണ് ആ പ്രാർത്ഥന? പ്രവാചകൻ ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന, വജ്ജഹത്തു, ഞാൻ തിരിച്ചിരിക്കുന്നു, വജിഹിയ, എന്റെ മുഖം, ലില്ലദി ഫതറ, സൃഷ്ടിച്ചവനിലേക്ക്, അസ്സമാവാതി വല്ലർദ്, ആകാശങ്ങളെയും ഭൂമിയെയും, ഹനീഫ, വക്രതയില്ലാതെ, മുസ്ലിമാനുസരണയുള്ളവനായി, വമാ അന, ഞാനല്ല, മിനൽ മുശ്രിക്കീൻ, ബഹുദൈവാരാധകരിൽപ്പെട്ടവൻ, ഇന്ന സ്വലാത്തി, തീർച്ചയായും എന്റെ നമസ്കാരം, വനുസക്കി, എന്റെ ആരാധനകളും, വമഹിയായ, വമഹിയായ, എന്റെ ജീവിതവും, വമമാതി, എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിനാകുന്നു, ലാ ശരീക ലഹു, ഞാൻ അതിന്, ലാ ശരീക ലഹു, അവന് പങ്കുകാരില്ല, വബിദാലിക ഉമിർതു, അതിന് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, വഅന അവ്വലും മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ ഒന്നാമനാകുന്നു. മുസ്ലിം എന്ന് പറഞ്ഞ, ഇസ്ലാം എന്ന് പറഞ്ഞ സമർപ്പണം. സമർപ്പണം എന്തൊക്കെ സമർപ്പിക്കാന്നല്ല ഈ ഒരു ഒറ്റ പ്രാർത്ഥനയില് പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇന്ന് ഞാനും നിങ്ങളും ലോകാവസാനം വരുന്ന ജനങ്ങൾ മുഴുവൻ ഇത് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാരംഭ പ്രാർത്ഥനയായിട്ട്. പക്ഷെ പ്രവർത്തിക്കുന്നുണ്ടോ നമ്മളിൽ? ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്? ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് ആരൊക്കെ എന്ന് നമ്മൾ സ്വയം വിലയിരുത്തണം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വിലയിരുത്തണം. എന്താണ് പറയുന്നത്? എന്റെ ജീവിതം, എന്റെ മരണം ഒക്കെ അള്ളാഹു എന്താണോ പറഞ്ഞത് അതുപോലെയാണ്. ഇത് പ്രാവർത്തികമായി കാണിച്ചു തന്ന പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതിന്റെ സ്മരണയാണ് ഹജ്ജ്. ഹജ്ജായിട്ട് ബന്ധപ്പെട്ട തുടക്കം മുതൽ അവസാനം വരെയുള്ള കർമ്മങ്ങൾ മുഴുവനും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു തന്നതാണ്, ജീവിച്ച് കാണിച്ചു തന്നതാണ്. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും സ്വന്തം നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്ന് ഞാൻ വിനീതമായി എന്നോടും നിങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്. ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ 1, 2, 3 ഭാഗങ്ങളായിട്ടാണ് ഇടുന്നത്. കേൾക്കാൻ സൗകര്യത്തിന് വേണ്ടിയില്ലേ, സമയം നീണ്ടുപോകും, ആരും കേൾക്കുകയില്ല. അല്ലാഹു തആല നമുക്ക് സത്യം സത്യം പോലെ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും ഖൈറും സമാധാനം സന്തോഷവും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. എനിക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.